വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി 11 മണി നേരത്തെ ഇപ്പോൾ കടയിൽ നിന്ന് ഇറങ്ങി. രാത്രി 11 മണി കേട്ടോ. 11 മണിക്ക് കടയിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഞാനിതാ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഓളെ നെഞ്ചും കൂടെ പോയി ഗൈസ്. അങ്ങനെ ഞാനിവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉത്തമയായ ഭാര്യ എന്നോട് പറയാണ് ഇവിടെ കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, എന്തൊക്കെയാ കഴിഞ്ഞ്? തക്കാളി, ഉള്ളി അങ്ങനെ പലതും, അങ്ങനെ കുറച്ച് പല സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങാൻ പോണെന്ന് പറഞ്ഞു. ഈ നേരത്ത് ഇവിടെ വന്ന് 11:30 ഇവിടെ വന്നിട്ട് ചെറിയ പരിപാടി ഉണ്ടേനി, പണി ഉണ്ടേനി. എന്താണ് പണി എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഞാൻ കാണിച്ചിട്ടാണെങ്കിൽ കുറച്ച് എന്താ പറയാ, തോരടാന്ന് പറയും, ആറിടാന്ന്, നമ്മൾ ആറിടാന്ന് പറയും, പരിപാടി തോരടാന്ന് പറയും, ഞാൻ ചിക്കിടാന്ന് പറയും. അപ്പൊ അങ്ങനത്തെ സംഭവത്തില് പരിപാടിയിലേനി. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വരുമ്പോ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം നോക്കുമ്പോ കൈ കണ്ട, കൈന്ന് വെച്ചാ കണ്ടോ, ഇങ്ങനെ ആക്കി വെച്ചു. അതാണെങ്കിലോ കഴുകണമില്ല, നല്ല മുറയാണ് കഴിച്ച്. നല്ല മുറയാണ് എന്തായാലും. ബക്കറ്റിന്ന് കോരിയതാണല്ലോ, ബക്കറ്റിന്റെ വക്കില് മരുന്നൊക്കെ എടുത്ത് കണ്ടോണ്ടെന്നാ മാറിക്കോളൂ. മരുന്ന് തേക്കണ പരിപാടി ഒന്നും വെക്കില്ല. സാരല്ല, എന്തായാലും നമുക്ക് കടകളൊന്നും തുറന്നിട്ടുണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാലും പോയി നോക്ക്. സാധനങ്ങൾ കിട്ടിയാലോ അഥവാ നാളത്തേക്ക് തക്കാളി ഉണ്ടോ. ഇതാണ് ഞങ്ങളെ പച്ചക്കറി കലവറ. തക്കാളി, ഒരു തക്കാളി ഉണ്ട്, 2 ഉള്ളി, 2 വെളുത്തുള്ളി, 2 ഉരുളക്കിഴങ്ങ്, ഇങ്ങനെ കുറേശ്ശെ വാങ്ങി വെക്കുള്ളൂ ഗൈസ് ഞങ്ങള്. പിന്നെ ഒരു അനാറുണ്ട്, ഇഞ്ചി ഉണ്ട്. ഇത് ഞങ്ങള് മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചത് ഏന്ന്. പക്ഷെ എന്തായി, ഏറിപ്പോയപ്പോ ഓള അവിടെ വെച്ചതാ. ഞങ്ങളല്ല ടൊക്ക ഓളാണ്, ഓള പരിപാടിയാ. ഇന്നിപ്പോ ഓള് സ്ട്രൈക്ക് ആയിപ്പോയി, കൈക്കങ്ങനെ വയ്യാത്തപ്പോളേ. അല്ലെങ്കിൽ ഒക്കെ ഇപ്പോൾ റെഡിയാണ്. ഇന്ന് ഫുഡും റെഡി ആയിട്ടില്ല, പാവാണ്. കറി കുറച്ച് ബാക്കിയുണ്ട്. ഞങ്ങൾ ഉച്ചക്ക് വെച്ച തക്കാളി കറി, ഞങ്ങളല്ല എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ തക്കാളി കറി ഉണ്ട് കുറച്ച്. അപ്പൊ ഞങ്ങൾ ഇനി കടയ്ക്ക് പോയിട്ട് നോക്കട്ടെ, സാധനങ്ങൾ കിട്ടുമോ നോക്കട്ടെ. കിട്ടുകയാണെങ്കിൽ വാങ്ങിയിട്ട് നമുക്ക് ചെറിയ ഹോപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ, നമ്മള് വാങ്ങി ദീപാവലി മിഠായിടെ. ദീപാവലി മിഠായി വാങ്ങിയാണ് ഗൈസ്, ഞങ്ങള് വാങ്ങിയിട്ട്. ഇതിന്റെ പേരാണ് സോൻ പാപ്പടി ഗൈസ്, സോൻ പാപ്പടി. ഇതിന്റെ പ്രൈസ് ബാക്കിലുണ്ടാവും കേട്ടോ. ഇതിന്റെ പ്രൈസ് കണ്ടോ, 179 രൂപ, 179 റുപ്പീസ്. ഞങ്ങളിത് വാങ്ങിയത് 89 റുപ്പീസിന്. അപ്പം 89 റുപ്പീസിന് കിട്ടാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, അത് വേറെ കാര്യം. ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ ഇത് സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ നിന്ന് വെച്ചിട്ട് ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, അവളെ കൈ കെട്ടണ്ടി ഇനിയിപ്പോൾ തന്നെ. ഞാൻ നേരെ ഷോപ്പിലേക്ക് പോയി. ഞങ്ങൾ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ നിന്ന സമയത്താണ് ഞങ്ങൾ വന്നത് സാധനങ്ങളൊക്കെ വാങ്ങിയത്. അങ്ങനെ ഞാൻ നേരെ ഷോപ്പിൽ പോയി. ഇവള് എന്ത് ചെയ്ത്, ഇവിടെ ആണല്ലോ, അപ്പോൾ ഇവൾക്ക് തീരെ ക്ഷമയില്ല, ഓപ്പൺ ചെയ്ത് നോക്കണം. എന്നിട്ട് മുട്ടായി പിന്നെ അവളെ ഫേവറേറ്റ് ആണ്, അത് വേറെ വിഷയം. അങ്ങനെ അവൾ എന്ത് ചെയ്ത് ഓപ്പൺ ചെയ്ത് സംഭവം നോക്കി തിന്ന്. ഫോട്ടോ കിട്ടുന്നു. പക്ഷെ ഞാൻ കണ്ടത് കുറെ കഴിഞ്ഞ ശേഷമാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ വന്നത് 89 റുപ്യ, 89 റുപ്പീസിന് ഞങ്ങൾ വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലയൻസിൽ, അതായത് സ്മാർട്ട് ബസാർ, റിലയൻസിന്റെ സ്മാർട്ട് ബസാർ പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ പോയണ സമയത്ത് ഫുള്ള് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഉണ്ടാവലുണ്ട്. എന്തിന്? പല ഐറ്റങ്ങൾക്ക്. ഈ ഒരു സാധനത്തിനും ആ പറഞ്ഞ സംഭവം ഉണ്ട്, ബൈ 1 ഗെറ്റ് 1 ഫ്രീ. പക്ഷേ ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വില അവിടെ എഴുതി വെച്ചത് 89 റുപ്യാണ്. അതായത് ഞങ്ങൾ വിചാരിച്ചത് എന്താ, 89 റുപ്യക്ക് 2 പാക്ക് കിട്ടുന്നതാണ്. 89 റുപ്യക്ക് ഒന്ന് വാങ്ങിയാൽ അതിന്റെ കൂടെ ഒന്നുകൂടെ ഫ്രീ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അതിന്റെ MRP അവിടെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്, അതായത് 179 2 ഫ്രീ. അതായത് ബൈ 179 കൊടുത്താൽ 1 ഫ്രീ, അത്രയേ ഉള്ളൂ ഗൈസ്. ഇനി ഒന്ന് മാത്രം വാങ്ങുകയാണെങ്കിൽ നേർപ്പകുതിയാണോ എന്തോന്നും അറിയില്ല, 89 റുപ്പീസ്. ഓക്കെ, കുറേ ഉണ്ട് ഗൈസ്. പിന്നെ നാളെ ദീപാവലി ആയതുകൊണ്ട് എനിക്കും എൻ്റെ പ്രിയതമയ്ക്കും ആകെപ്പാട് ഇഷ്ടമുള്ളത് ആ സോൻ പാപ്പടി എന്ന് പറഞ്ഞ സാധനമാണ്. ഒരു എന്താ പറയുക,
കട്ട ഉണ്ടാവില്ല, മറ്റേ കരിമ്പൂണ്ടാന്ന് പറയേക്ക, എന്താന്നുള്ള അറിയില്ല. സ്പോഞ്ച് മുട്ടായി വേറെ അല്ലേ? സ്പോഞ്ച് മുട്ടായി. അപ്പം ആ ഒരു സാധനം മാത്രമാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പം ഇനി ഞങ്ങൾ എന്തായാലും പോയോട്ടെ. സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം, കിട്ടിയില്ലെങ്കിലും കാണിച്ചു തരാം, അല്ലെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, ബൈ ബൈ. ഹാപ്പി ദിവാലി. പടക്കം പൊട്ടിയപ്പോ ചെറുതായിട്ടൊന്ന് മേടിച്ചു, അത്രേ ഉള്ളൂ. ഇവിടെ കണ്ടോ ഇപ്പൊ? സോറി, ഇങ്ങനെ ദീപാവലി ആയി കഴിഞ്ഞാൽ ഇവിടെ ഓരോ സ്ഥലത്ത് നിങ്ങൾ ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഒന്ന് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ രാത്രി പുറത്തിറങ്ങാനുള്ള കാരണം എന്താണെന്നുള്ള ചിലവർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ 9:30, ഒരു 9 മണിയാണ് സമയം, 9:30ക്കാണ് ഞാൻ കയറി ചെല്ല്. 9:30 തൊട്ട് രാത്രി 11 മണി വരെയാണ് ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ടൈം കഴിഞ്ഞിട്ടേ എനിക്ക് ഇവിടെ കൂടെ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകാനുള്ള സമയമുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രി ഉള്ള പുറത്തിറക്കല് സംഭവം. പിന്നെ ഇവിടെ കണ്ടോ മിന്നി തിളങ്ങണുണ്ടോ സംഭവം? ദീപാവലി ആകുമ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. അങ്ങനെ ഇതിൻ്റെ അപ്പുറത്ത് പോയാലും ആരും ഉണ്ടാവും. ഇതൊന്നല്ല ഞങ്ങളത്, ദിസ് ഈസ് ഞങ്ങളെ സാധനം. ഈരിടായോണ്ട് കാണൂല ആരിട്ടത് ഗൈസ്. ഭയങ്കര സ്മെല്ലാ, മറ്റേ സാധനം ഇട്ടുണ്ട്. ഇത് അവർ വേറെ സംഭവം, വേറൊരു വീട്ടിൽ അങ്ങനെ അവിടെ ഉണ്ട്. അങ്ങനെ പല സ്ഥലത്തും പല കളറുകളിലായിട്ട്, പല സ്ഥലത്തും പല കളറിലുള്ള ലൈറ്റുകളുണ്ട്. ഓക്കെ, അവിടെ പിന്നെ വേറെ കുറെ പല സാധനങ്ങളും ഉണ്ട്. ഞങ്ങളത് ഇവിടെ വേറെ ഉണ്ട് ഗൈസ്. ഞങ്ങളത് ഈടായതുകൊണ്ട് കാണൂല. അങ്ങനെ ഞങ്ങള് ഇത് നമ്മളെ ഈ ലൈറ്റും കുറച്ചൊന്ന് ലൂസ് കോണ്ടാക്ട് ആക്കി വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ മിന്നി കളിച്ചോളൂ. ഓക്കെ, ഇതിനെന്തോ ഒരു ലൂസ് കണക്ഷൻ വന്നല്ലോ. സെറ്റ്. അപ്പം ഇനി ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് കുറേ നേരമായി പോയതുകൊണ്ട് പറയാം. ഓക്കെ ബൈ. അങ്ങനെ ഗൈസ് ഞങ്ങൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങി. അപ്പം നോക്കുമ്പോൾ എല്ലാ ഫ്ലാറ്റിലും, എല്ലാത്തിലും ഇല്ല, ചില ഫ്ലാറ്റിലൊക്കെ ഇങ്ങനെ ലൈറ്റ്, ഒരുപാട് ലൈറ്റുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കണം. അതൊക്കെ ഈ ദീപാവലി പ്രമാണിച്ചിട്ട് തൂക്കിയ ലൈറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങുന്ന കട അടച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങുന്ന കട. ഒരു മലയാളീസിൻ്റെ കടയാണ്, കണ്ണൂരാരെ കടയാണ്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ഡ്രസ് ഗാലറി എന്ന് പറയുന്ന ഷോപ്പും അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ മലയാളീസിൻ്റെ ഷോപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ റോഡ് നേരെ പോയതാണ് എൻ്റെ ഷോപ്പിലേക്കുള്ള വഴി. ഇവിടെ സാധനം ഇവിടെ കണ്ട ഇങ്ങനെ ഒരു സംഭവം കേട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ രണ്ടുപേരും നിരാശരായിക്കൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഞങ്ങൾ പോയ കാര്യം നടന്നില്ല ഗൈസ്. ഞാൻ അപ്പോഴേ ഇവളോട് പറഞ്ഞതാ കട അടച്ചിട്ടുണ്ടാവുന്നു. അപ്പൊ എന്താ പറഞ്ഞേ? ചെറിയൊരു ചാൻസ് ഉണ്ട്, പക്ഷെ അവിടെ പോയില്ലല്ലോ, അതാണ്. ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചാവിനെടുത്താലേ വരുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കണം, കഴിക്കണം. നന്ദി, നമസ്കാരം.